ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരോടാ നീ? എടാ നിന്നോടാ ചോദിച്ചത്. ഞാറടിക്കാവിലെ 8 മണി. ഇതെന്റെ സ്ക്രിപ്റ്റ് അല്ലേ? ഇത് നിനക്ക് അവിടെ നിന്ന് കിട്ടി? മോനെ കൊരതൊക്കെ നിന്നിട്ട് വീട്ടിൽ പോയി വിളിച്ചാൽ മതി. വല്ല ചാൻസ് ചോദിച്ചു വന്നാണെങ്കിൽ ഇതല്ല അതിന്റെ രീതി. അല്ല ഈ പൂട്ടി കിടക്കുന്ന വീട്ടിൽ താനെങ്ങനെ കയറി? ഇറങ്ങണോ? ഇറങ്ങും. പോലീസ് തൊട്ടെ കാണിച്ചു. മോനെ ജിജോ, ഞാൻ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് നീ ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നീ എനിക്ക് ചാൻസ് തന്നാൽ മതി. മനസ്സിലായില്ല അല്ലേ? ചിലപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. മനസ്സിലായോ? എടാ കുറ്റിയിട്. നീ കുറച്ചു മുന്നേ എന്നെ നോക്കി എന്താ കാണിച്ചത്? ധൈര്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിക്കടാ. ഇട്ടിക്കുന്നേൽ വർക്കിട മോനെ. എടാ ജിജോ, ഇവിടെ എന്തോന്ന് ഫോട്ടോസാണ് ഇതൊക്കെ. അവന്റെ ഓരോ കോപ്രായത്തരങ്ങള്. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എടോ താൻ മേലോട്ടൊക്കെ ഉണ്ടാക്കിയതേ എന്നോടാ, മനസ്സിലായോ? അല്ല, വിശ്വാസമായില്ല അല്ലേ? അത് പിന്നെ ആദ്യത്തെ സിനിമ ഇട്ടാൽ നീ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? എന്തു ചെയ്യാന്ന് പറഞ്ഞേ?
ദൈവം എൻ്റെ ആദ്യത്തെ പടം ഹിറ്റാക്കി തന്നാല് 101 മെഴുതിരി കത്തിച്ചേക്കാവേ. ഇവിടെ ഇവിടെ അതുപോലും ചെയ്യാൻ പറ്റാത്ത നീ കഴിഞ്ഞ ദിവസം എന്താ നേർന്നത്? ദൈവമേ, എൻ്റെ സിനിമയുടെ കാര്യം ഒന്ന് റെഡിയാക്കി തന്നാല് ഞാൻ പള്ളിയിൽ വന്നൊരു 5 റൗണ്ട് 3 റൗണ്ട് മുട്ടയിൽ നടന്നോളാം. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത നിന്റെ അടുത്ത് ഞാൻ വന്നിട്ട് നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? അയ്യോ ബ്രോ, അത് താങ്കളെ ഞാൻ എന്താ വിളിക്കേണ്ടത്? നീ എന്തെങ്കിലും വിളിക്ക്. അപ്പോൾ ഈ നേർച്ച നടത്താത്തതുകൊണ്ടാണല്ലേ ബാക്കി 2 പടങ്ങൾക്ക് പണി കൊടുത്തത്? അല്ല, ഇപ്പം ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം? ജിജോ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അത് ശരി, നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനോടത്ത് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. അല്ല, അതുകൊണ്ട് എനിക്കെന്താ ഗുണം? എനിക്കെന്താ വേണ്ടത് ദൈവം ചോദിച്ചിരുന്നെങ്കിൽ? നിനക്കെന്ത് വേണം? അടിപൊളി, ചോദിച്ചു. എത്ര എണ്ണം ചോദിക്കണം? ഒരു 5 എണ്ണം? അല്ല വേണ്ട, എനിക്ക് ഒരു 3 വരെ തരാമോ? വേണ്ട, ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ വേറെ ആളുകളുണ്ട്. 3 വരായിട്ട് ഇറങ്ങിയിരിക്കുക. അല്ല ബ്രോ, ഒരു ചാൻസ് ചെയ്യണേ നമ്മളത് യൂസ് ചെയ്യണമല്ലോ. ദൈവത്തിൻ്റെ അവസ്ഥ അറിയാലോ. അവസ്ഥ അല്ലേ? നീ ഒരുപാട് നേരം നിന്ന് നിലവിളിക്കുന്ന കണ്ട നിനക്കൊരു സിനിമ ഈ അവസരം തന്നതും അത് വിജയിപ്പിച്ചതും. എന്നിട്ടോ ലിസി പറയുന്ന പോലെ ഓന്ത് നിറം മറന്ന പോലെയല്ലേ നിന്റെ സ്വഭാവം മാറുന്നത്? പറ്റിയത് പറ്റി. ഞാൻ അത് കുറച്ചു മുമ്പ് നന്നായി. ഇനി ദൈവം പറഞ്ഞ എന്തും ഞാൻ ചെയ്യും, എന്തും. എന്നാ ഞാൻ നിനക്കൊരു വരം തരാം. അയ്യോ, ഞാൻ ടോട്ടൽ 3 വരെ പറഞ്ഞത്. തൽക്കാലം ഇത് മതി. അല്ല മതി, ഞാൻ ഒന്നിച്ച് മാനേജ് ചെയ്തോളാം. ഞാൻ എന്താ ചെയ്യണ്ടേ? അത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. അല്ല കുഴപ്പമില്ല, എന്താ ചെയ്യേണ്ടത് പറ, ഉടനെ എക്സിക്യൂട്ട് ചെയ്ത് തരാം. വാ പറയാം. ഇങ്ങർക്കിത് പറഞ്ഞാൽ പോരെ, ചുമ്മാ പട്ടിഷോ. അല്ല, എന്നാ പിന്നെ ദൈവത്തിന് തന്നെ അതങ്ങ് ചെയ്താൽ പോരെ? അത് പറ്റില്ല, നീ തന്നെ ചെയ്യണം. നിങ്ങളൊക്കെ പറയാറില്ലേ നിന്നെ ദൈവമായിട്ട് എത്തിച്ചാന്നൊക്കെ? ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. എനിക്ക് വ്യക്തമായി അങ്ങ് പിടുത്തം കിട്ടിയിട്ടില്ല, പക്ഷേ ഞാൻ വഴിയെ മനസ്സിലാക്കിക്കോളാം. അല്ലാതെ നോക്കണ്ട, ലിസിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്കെല്ലാം വിശപ്പുണ്ട്, പോണ വഴിക്ക് കഴിക്കാം. നിന്റെ ആഗ്രഹം എന്താന്നാ പറഞ്ഞേ? അത് ദൈവമേ, അതൊന്ന് കണ്ണടച്ച് മനസ്സിലാലോചിക്കും. വൈ നോട്ട്? എൻ്റെ അടുത്ത പടത്തിൻ്റെ കാര്യങ്ങളൊന്ന് റെഡിയാക്കി തരണേ. അതൊരു സൂപ്പർ ഹിറ്റ് അടിക്കണേ, ഒരു പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ. പെട്ടെന്ന് ഇറങ്ങാൻ സമയം പറയും. ഒരു ജോഡി ഡ്രസ് എടുത്തോ. 1 2 കൊടുക്കുക, ഇനിയിപ്പോൾ എന്താ? തലവര തെളിഞ്ഞിതാ എൻ്റെ മാവ് പൂത്തേ ടാൻ 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 ടാൻ.